വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ വെള്ളിയാഴ്ച രാവ് കഴിഞ്ഞു. വെള്ളിയാഴ്ച ദിവസം അസ്തമിച്ചു രാത്രിയിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. റജബുൻ ഷഹ്റുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ മാസമാണെന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ മാസത്തിലാണ്. അള്ളാഹ് നീ സ്വീകരിക്കണേ, അള്ളാഹ് നീ കബൂലാക്കണേ, അള്ളാഹ് ഏറ്റെടുക്കണേ. അള്ളാഹ് നമ്മൾ ചൊല്ലുന്ന ദിക്റുകളൊക്കെ നമുക്ക് നാളെ സ്വർഗത്തിലേക്കുള്ള വഴികളായി കിട്ടണം, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനമായി, അതിനുള്ള എൻട്രി പാസ്സായി കിട്ടണം. അതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. അള്ളാഹു അത്തരത്തിൽ ഈ മജ്ലിസ് കബൂലാക്കുമാറാട്ടെ. നമ്മുടെ മജ്ലിസ് കാണുന്ന പല ഉമ്മമാരും സഹോദരിമാരും പല വിഷമങ്ങളും പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിക്കുന്നവർ, കമൻറ്റുകളായൊക്കെ പല വിഷമങ്ങളും പറയുന്നവർ, അതുപോലെ തന്നെ അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഇൻഷാ അള്ളാഹ് നമുക്ക് എന്ത് ചെയ്യാം, പറ്റുന്ന പരിഹാരങ്ങൾ പറഞ്ഞു തരാം ഇൻഷാ അള്ളാഹ്. അല്ലെങ്കിൽ വിളിക്കാൻ വാട്സപ്പ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ വിളിക്കാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൾ ചെയ്താൽ അഥവാ എടുത്തില്ലെങ്കിൽ തന്നെ തിരിച്ച് ഇൻഷാ അള്ളാഹ് സമയം കിട്ടുമ്പോൾ തിരിച്ച് വിളിക്കാം ഇൻഷാ അള്ളാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ രാത്രി നമുക്ക് നമ്മുടെ ആവശ്യം റബ്ബിനോട് പറയാം. റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ കാര്യങ്ങൾ റബ്ബിനോടല്ലാതെ പിന്നെ ആരോടാണ് നമുക്ക് പറയാനുള്ളത്? നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോടല്ലാതെ ആരോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്? റബ്ബല്ലാതെ നമ്മുടെ കാര്യങ്ങൾ ആരാണ് നമുക്ക് ചെയ്തു തരാനുള്ളത്? ഇല്ലേ, റബ്ബ് വലിയ കഴിവുള്ളവനാണ്, ഖാദിറാണ്, ഖദീറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വഹാബാണ്. നമുക്കവൻ എല്ലാം ഔദാര്യമായി നൽകിയവനാണ്. നമുക്കവനോട് ചോദിക്കാം. ചോദിക്കുന്നതിന് മുമ്പ് കുറച്ച് ദിക്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തു ചെയ്താലും റബ്ബിൻ്റെ മുമ്പിൽ കുറച്ച് ദിക്റുകൾ ചൊല്ലിയിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മൻഫഅത്തുണ്ടാവും, ഫലമുണ്ടാവും. അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പദം മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉൻ, 4 എണ്ണമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 4 പദങ്ങളുണ്ട്. ഏതാണ് ആ പദം? 1 സുബ്ഹാനല്ലാഹ്, 2 വൽഹംദുലില്ലാഹ്, 3 വലാ ഇലാഹ ഇല്ലല്ലാഹ്, 4 അല്ലാഹു അക്ബർ. നമ്മൾ ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 4 കലിമത്തുകൾ, പദങ്ങൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് കുറഞ്ഞ സമയമെങ്കിലും അത് ചൊല്ലിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ഇറക്കാം. നമ്മുടെ കാര്യങ്ങളൊക്കെ റബ്ബിനോട് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിനോട് ചോദിച്ച് നമ്മുടെ ദുആ ചെയ്ത് റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് വാങ്ങിയെടുക്കണം ഇൻഷാ അല്ലാഹ്. അത് ആത്മാർത്ഥമായി നല്ല കൽബോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ്, തസ്ബീഹുള്ള ആളുകൾ കയ്യിൽ തസ്ബീഹ് കൊണ്ട് നമുക്കൊന്ന് ദിക്ർ എന്ത് ചെയ്യാം, എണ്ണം പിടിച്ചുകൊണ്ട് തന്നെ ചൊല്ലാം. ഒരു നിശ്ചിത എണ്ണം ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ.
سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ, എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നവർ, നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും ആത്മാർത്ഥമായ ഖൽബോട് കൂടിയിട്ട് റബ്ബേ ഞങ്ങൾ ഈ ചൊല്ല് മനസ്സിൽ കരുതണം. റബ്ബേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിന് ഇജാബത്ത് നൽകണേ അല്ലാ. മനസ്സിൽ ആത്മാർത്ഥമായിട്ട് കരുതിയോ? ഇൻഷാ അല്ലാ ഇനി നമ്മൾ ആ ചൊല്ലിയ ദിക്ർ റബ്ബിലേക്ക് സമർപ്പിച്ച് അള്ളാഹുവിന് ആ ദിക്ർ തവസ്സുലാക്കിയിട്ട് നമുക്ക് റബ്ബിനോട് ചോദിക്കാം. റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, റബ്ബെ നിനക്ക് ഇഷ്ടപ്പെട്ട ദിക്റുകൾ, നിനക്ക് ഇഷ്ടപ്പെട്ട പദങ്ങൾ ഞങ്ങളിതാ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഈ ചൊല്ലിയതിന്, ഞങ്ങൾ ഈ ചോദിക്കുന്നതിന് നീ ഇജാബത്ത് നൽകണേ അല്ലാ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ആമീൻ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക
സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഗഫാറായ ഖാലിഖായ റാസിഖായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ഉമ്മമാർ, പെങ്ങന്മാർ, അതുപോലെ എത്രയെത്ര ആളുകളാണ് ദുആരക്കാൻ ഏൽപ്പിച്ച ആളുകൾ, കമൻറ്റുകളായി ഏൽപ്പിച്ചവർ, അങ്ങനെ പല ആളുകളും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർ, പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നവർ. അല്ലാ എല്ലാവരെയും ഏറ്റെടുക്കണേ അല്ലാ, എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ, പാഴാക്കല്ലേ അല്ലാ. ഈ ദുആ ചെയ്യുന്നവൻ എത്ര വലിയ മോശക്കാരനാണെങ്കിലും ഏതെങ്കിലും ഒരു സഹോദരൻ്റെ സഹോദരിയുടെ ആമീൻ ഒന്ന് നീ കബൂലാക്കി ഞങ്ങളുടെ മജ്ലിസിന് ഇജാബത്ത് നൽകണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ലോകത്ത് എത്രയെത്ര കോടി തിന്മ ചെയ്യുന്ന പാപികളായ ആളുകൾ അവർ ചെയ്തു കൂട്ടിയ മുഴുവൻ തിന്മകളും കൊണ്ടുവന്നാലും, കോടാനുകോടി തിന്മകളുണ്ടെങ്കിലും അതൊക്കെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പോലും, അതിൻ്റെ പകുതി കൊണ്ട് പോലും പുറത്തു കൊടുക്കാൻ കഴിയുന്ന വിശാലമായ മഗ്ഫിറത്തുള്ള അല്ലാഹുവേ നീ ഞങ്ങൾക്കൊന്നു മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ, സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ, മാനസിക സമാധാനം നൽകണേ അല്ലാ, ഖൈറായ ദാമ്പത്യം നൽകണേ അല്ലാ, കുടുംബജീവിതം ബറക്കത്തുള്ളതാക്കണേ അല്ലാ. ഭാര്യമാർ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബാദികൾ, മക്കൾ തുടങ്ങി ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. സ്നേഹബന്ധം ഊട്ടിയുറപ്പിച്ചു തരണേ അല്ലാ. ചെയ്യുന്ന ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സമ്പാദ്യത്തിൽ ഉയർച്ച നൽകണേ അല്ലാ. അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങൾ വിട പറയുന്ന സമയം ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. റബ്ബേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നാളെ ഞങ്ങളെയും അവരെയും പരിശുദ്ധ സ്വർഗത്തിലൊന്നൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. എല്ലാവരും ദുആ ഇറക്കണം ഇൻഷാ അല്ലാഹ്. വരുന്ന ദിവസങ്ങളൊക്കെ വലിയ ബറക്കത്തുള്ള ദിവസമാണ്. നമ്മൾ ചെറിയ ചെറിയ ദുആ ചെയ്യുന്നത് നമുക്ക് എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിച്ചാൽ, നീട്ടി വലിച്ച് ദുആ ഇറക്കുമ്പോൾ എല്ലാ ദിവസവും ദുആ ഇറക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നീട്ടി വലിച്ചാകുമ്പോൾ നമുക്ക് ഒരു പ്രയാസം തോന്നിപ്പോണ്ട എന്ന് കരുതിയിട്ടാണ് ആവശ്യമുള്ള സംഗതികൾ മാത്രം റബ്ബിനോട് ചോദിക്കുക. നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിയതിന് ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ റബ്ബിനോട് പറയാം. ഓരോരുത്തർക്കും പേഴ്സണലായ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ റബ്ബിനോട് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. എനിക്കും സാധുവായ എനിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് ദുആ ഇറക്കണം. അള്ളാഹു നമ്മയൊക്കെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.